ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാക്സ് വെബറിൻ്റെ വാല്യൂ ഫ്രീ സോഷ്യോളജി എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ്. സോഷ്യോളജി എന്നത് സമൂഹത്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ന് നമുക്കറിയാം. സമൂഹത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റിസർച്ച് നടത്തുന്ന ആളുകളും അതേ സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കും. അതായത് നമ്മളാണ് റിസർച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വിശ്വാസങ്ങളും അതുപോലെ പല രീതിയിലുള്ള അഫിലിയേഷൻസ് ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസ് റിസർച്ചിൽ എത്രത്തോളം വരാൻ സാധിക്കും, അതിനെന്തെങ്കിലും റെലവൻസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാല്യൂ ഫ്രീ സോഷ്യോളജി എന്നുള്ള ഒരു ഭാഗത്ത് വെബർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് വെബറിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെബർ പറയുന്നത് സോഷ്യോളജിക്കൽ റിസർച്ച് വാല്യൂ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. വെബർ വാസ് ഓഫ് ദി വ്യൂ ദാറ്റ് സോഷ്യൽ സയൻറ്റിസ്റ്റ് ഷുഡ് നോട്ട് ലെറ്റ് their personal values influence their scientific research in any way. അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യൂസ് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റിസർച്ചിൻ്റെ ഔട്ട്കം വളരെയധികം ബയസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാല്യൂസ് റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വെബർ പറയുന്നത് സോഷ്യോളജിക്കൽ റിസർച്ച് ഷുഡ് ബി വാല്യൂ ഫ്രീ എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളത്. ഇതുകൊണ്ട് വെബർ ഉദ്ദേശിക്കുന്നത് റിസർച്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വാല്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വാല്യൂസ് റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ്. അതായത് എവറി റിസർച്ചർ ഹാസ് എ duty to identify and acknowledge their own values and overcome their personal biases when conducting sociological research. അതായത് ഒരു സോഷ്യോളജിക്കൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് റിസർച്ചർ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ബയസ്നെസ്സും വാല്യൂസും എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും വേണം. എന്നാൽ ഈ വാല്യൂസ് അവരുടെ റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തണം. അവരൊരു വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള പൊസിഷനാണ് റിസർച്ചിലുടനീളം എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ആ ഒരു റിസർച്ച് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ വാല്യൂ ന്യൂട്രൽ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് വരുന്ന ഒരു ടേമാണ് വാല്യൂ റെലവൻസ് എന്നുള്ളത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ റിസർച്ചിൻ്റെ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാല്യൂ അനുസരിച്ച് കൊണ്ട് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ വാല്യൂസും അനുസരിച്ച് കൊണ്ടാണ് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും റിസർച്ചിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വെബർ പറയുന്നത്. എന്നാൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ നമ്മൾ ഒരിക്കലും ഈ ഒരു വാല്യൂസ് കൊണ്ടുവരാൻ പാടില്ല. സെലക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഒരു വാല്യൂസ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് വാല്യൂ റെലവൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ദിസ് ഡസ് നോട്ട് ഇൻവാലിഡേറ്റ് ദി ഒബ്ജക്റ്റിവിറ്റി ഓഫ് സോഷ്യൽ സയൻസസ്. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്ത സമയത്ത് നമ്മുടെ വാല്യൂ അനുസരിച്ച് കൊണ്ടാണ് ആ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു വാല്യൂ റെലവൻസ് എന്തിനുള്ളതാണ്? ടോപ്പിക്കിൻ്റെ സെലക്ഷനിൽ മാത്രമാണെന്നുള്ളതാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ഈ ഒരു വാല്യൂ റെലവൻസ് വരാൻ പാടില്ല. ടോപ്പിക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് വാല്യൂ ന്യൂട്രാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വിശ്വാസങ്ങൾക്കും താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് കൊണ്ട് അവർക്ക് ഏത് ടോപ്പിക്കും സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ ആളുകളും റിസർച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓറിയൻറ്റേഷൻ നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളും അനുസരിച്ച് കൊണ്ട് റിസർച്ച് ടോപ്പിക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വാല്യൂ റെലവൻസ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു വ്യക്തിയുടെ വാല്യൂസിന് ഒരു പ്രാധാന്യം വരികയാണ്. അതുകൊണ്ടാണ് വാല്യൂ റെലവൻസ് എന്നുള്ള ഒരു വാക്ക് വരുന്നത്. എന്നാൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അവിടെ ആ ഒരു റിസർച്ചർ വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള പൊസിഷനാണ് എടുക്കേണ്ടത്. അതിനെയാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏതാണ് വരിക? വാല്യൂ ന്യൂട്രാലിറ്റി ആണോ? ഒന്ന് സൂക്ഷിച്ച് നോക്കുക. സെലക്ഷൻ്റെ സമയത്ത് ഏതാണ് വാല്യൂ ന്യൂട്രാലിറ്റി? ആക്ച്വൽ റിസർച്ചിൻ്റെ സമയത്ത് വാല്യൂ റെലവൻസ്. ഇങ്ങനെയാണോ? അല്ല, ഇത് ശരിക്കും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെലക്ഷൻ ഓഫ് ദി ടോപ്പിക്കിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വാല്യൂ റെലവൻസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ വാല്യൂ അനുസരിച്ച് കൊണ്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ ആക്ച്വൽ റിസർച്ചിൻ്റെ സമയത്ത് ഏതാണ്?
വാല്യൂ ന്യൂട്രാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റിങ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ ഈ രണ്ട് ടേമുകളും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയുന്നത് പോലെ വെബറിൻ്റെ അപ്രോച്ചിനെ വെസ്റ്റേൺ എന്നാണ് പറയുന്നത്, അതായത് ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ സോഷ്യോളജിക്കലായിട്ട് പഠിക്കുമ്പോൾ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള സബ്ജക്റ്റീവായിട്ടുള്ള മീനിങ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് വെസ്റ്റേൺ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു വെസ്റ്റേൺ അപ്രോച്ചോട് കൂടെ റിസർച്ചിനെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സോഷ്യോളജിസ്റ്റ് അവരുടെ ബയസ്നെസ് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒബ്ജക്റ്റീവായിട്ടുള്ള രീതിയിൽ, വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഏറ്റവും നല്ല രീതിയിൽ ബയസ്നെസ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള സോഷ്യോളജിക്കൽ നോളജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, വാല്യൂ ന്യൂട്രാലിറ്റിയാണ് സോഷ്യോളജിക്കൽ റിസർച്ചിൽ വേണ്ടത്. ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്താണ് വാല്യൂ റെലവൻസ് വരുന്നത്. അതുപോലെ വെബറിൻ്റെ അപ്രോച്ച് വെസ്റ്റേൺ അപ്രോച്ചാണ്. ഈ വെസ്റ്റേൺ അപ്രോച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് വെസ്റ്റേൺ എന്നുള്ളത് ഒന്നും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് വാല്യൂ ഫ്രീ സോഷ്യോളജി എന്താണ് എന്നുള്ളതാണ്. ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം റിസർച്ചിലേക്ക് കടന്നു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും അവരുടെ പേഴ്സണൽ വാല്യൂസ് അവരുടെ റിസർച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. സോഷ്യോളജിക്കൽ നോളജ് എന്നുള്ളത് ടോട്ടലി വാല്യൂ ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ് വെബർ പറയുന്നത്. അതുപോലെ ഈ വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റിസർച്ചിൽ നമ്മുടെ വാല്യൂസ് വരാതിരിക്കുക എന്നുള്ളതാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് ടോപ്പിക്കാണ് നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വാല്യൂസ് അനുസരിച്ച് കൊണ്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാല്യൂസ് അനുസരിച്ച് കൊണ്ടാണ് നമ്മളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത് എങ്കിൽ അതൊരിക്കലും അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വെബർ പറയുന്നത്. എന്നാൽ റിസർച്ച് സ്റ്റാർട്ട് ചെയ്താൽ വാല്യൂസ് വരാൻ പാടില്ല എന്നതാണ് വാല്യൂ ന്യൂട്രാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വാല്യൂ ന്യൂട്രാലിറ്റി, അതുപോലെ വാല്യൂ റെലവൻസ്, വാല്യൂ ഫ്രീ സോഷ്യോളജി എന്നുള്ള കോൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത്.